ഹലോ ഫ്രണ്ട്സ്, നമസ്കാരം. ഉമ്മു വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്താണ് എല്ലാവരുടെ വിശേഷം? സുഖമല്ലേ എല്ലാവർക്കും? അപ്പോൾ നമുക്ക് ഇന്നേ വളരെ ടേസ്റ്റി ആയിട്ടുള്ള കൈപ്പക്കായ തീയൽ ഉണ്ടാക്കാം അല്ലേ? അതിന് ഞാനിവിടെ ഒരു കൈപ്പക്കായ എടുത്തിട്ടുണ്ട്. ഇതെൻ്റെ കൂട്ടുകാരുടെ വീട്ടിൽ ഉണ്ടായ കൈപ്പക്കായാണ്. അത് ഞാൻ കുരുവൊക്കെ കളഞ്ഞ് കട്ടി കുറച്ച് അരിഞ്ഞെടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ചധികം തന്നെ ചുമന്നുള്ളി ഇതേപോലെ അരിഞ്ഞെടുത്തിട്ടുണ്ട്. 4 വെളുത്തുള്ളിയും ഒരു കഷ്ണം ഇഞ്ചിയും 5 പച്ചമുളക് എടുത്തിട്ട് കട്ടി കുറച്ച് അരിഞ്ഞെടുത്തിട്ടുണ്ട്. പിന്നെ ഒരു ചെറിയ ചെറുനാരങ്ങയുടെ വലുപ്പത്തിൽ കോൽപ്പുളിയില്ലേ അതെടുത്തിട്ട് വെള്ളത്തിൽ കുതിർത്തിയിട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു ചട്ടി അടുപ്പത്ത് വെച്ച് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ച ചുമന്നുള്ളിയും പിന്നെ വെളുത്തുള്ളിയും പച്ചമുളകും ഇഞ്ചിയും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതെല്ലാം കൂടി ഒന്ന് ഇളക്കിയൊക്കെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതേപോലെ ആയ സമയത്ത് അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ച കൈപ്പക്കായം ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ കൈപ്പക്കായ ഒന്ന് ഉപ്പ് തിരുമ്പി വെക്കുന്നത് നല്ലതാണ്. എന്ന് വെച്ചിട്ട് ഉപ്പ് തിരുമ്പാതെ ഇതേപോലെ വെച്ചാലും കയ്പൊന്നും ഉണ്ടാകുമൊന്നുമില്ല കേട്ടോ. ഞാനത് മറന്നു പോയത് കൊണ്ടാണ്. അപ്പോൾ ഈ സമയത്ത് ഞാനതിലേക്ക് കുറച്ച് ഉപ്പും പിന്നെ കറിവേപ്പിലയും ഇട്ട് കൊടുത്തിട്ട് നല്ല പോലെ തന്നെ ഒന്ന് ഇളക്കിയൊക്കെ യോജിപ്പിക്കുന്നുണ്ട്. ഇനി ഒരു 2 മിനിറ്റ് നമുക്കിതൊന്ന് അടച്ച് വെച്ചിട്ട് ഒന്ന് ആവിയിൽ വാടി വരട്ടെ കേട്ടോ. കണ്ടില്ലേ, ഒരു 2 മിനിറ്റൊക്കെ ആയപ്പോൾ നല്ല പോലെ തന്നെ ഒന്ന് വാടിയൊക്കെ വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് 2 ടീസ്പൂൺ മുളക് പൊടിയും 1 ടീസ്പൂൺ മല്ലിപ്പൊടിയും ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഇട്ട് കൊടുക്കുന്നുണ്ട്. ഞാൻ ചെറിയ ടീസ്പൂണിലാണ് കേട്ടോ പൊടികളൊക്കെ ഇട്ട് കൊടുക്കുന്നത്. എല്ലാം കൂടി നല്ല പോലെ തന്നെ ഒന്ന് ഇളക്കിയൊക്കെ യോജിപ്പിക്കുന്നുണ്ട്. ഇനി ഒരു 2 മിനിറ്റ് നമുക്കൊന്ന് അടച്ച് മൂടി വെക്കാം കേട്ടോ. ഒരു 2 മിനിറ്റൊക്കെ ആയപ്പോൾ ഞാൻ തുറന്ന് നോക്കിയപ്പോൾ നമ്മുടെ കൈപ്പക്കായയിൽ എല്ലാം നന്നായിട്ട് തന്നെ പൊടികളൊക്കെ പിടിച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ സമയത്ത് ഞാനിതിലേക്ക് നമ്മൾ എടുത്തു വെച്ച പുളിയില്ലേ ആ വെള്ളം അരിച്ച് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എല്ലാം കൂടി ഒന്ന് ഇളക്കിയൊക്കെ യോജിപ്പിച്ചിട്ടുണ്ട്. അപ്പം ഒരു നാളികേരത്തിൻ്റെ പകുതി എടുത്തിട്ട് ഞാൻ നാളികേരപ്പാലാണ് എടുത്തിട്ടുള്ളത്. അത് 3 പാല് എടുത്തിട്ടുണ്ട്. അതിൽ 3-ാം പാലാണ് ഞാനിപ്പോൾ ഒഴിച്ചു കൊടുത്തത് കേട്ടോ. ഇതൊന്ന് എല്ലാം കൂടി ഇളക്കിയൊക്കെ യോജിപ്പിച്ചിട്ടുണ്ട്. ഒന്ന് നന്നായിട്ട് തന്നെ ഒന്ന് തിളച്ച് വരണം. അപ്പോൾ ഈ സമയത്ത് ഞാൻ ഉപ്പും പുളിയൊക്കെ നോക്കിയപ്പോൾ എനിക്ക് ഉപ്പും പുളിയും കുറവ് തോന്നിയത് കൊണ്ട് കുറച്ച് ഉപ്പും കുറച്ച് പുളിവെള്ളവും കൂടി ഞാനിതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഒന്ന് നല്ല പോലെ ഒന്ന് തിളച്ച് വരട്ടെ കേട്ടോ. ഇതിപ്പോൾ നമ്മുടെ കറി നല്ല പോലെ തിളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് ഞാൻ 2-ാം പാലും ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അതും നല്ലപോലെ ഒന്ന് ഇളക്കിയൊക്കെ യോജിപ്പിച്ചിട്ട് അതും നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ കേട്ടോ. അപ്പം അങ്ങോട്ട് വറ്റിയൊന്നും വരണ്ട, തിളച്ചാൽ മതി കേട്ടോ ഒന്ന് നന്നായിട്ട്. അപ്പം അതും തിളച്ചൊക്കെ വന്നപ്പോൾ 1-ാം പാലും ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എല്ലാം കൂടി ഒന്ന് ഇളക്കിയൊക്കെ യോജിപ്പിച്ചിട്ടുണ്ട്. ഇനി അതും ഒന്ന് തിളച്ച് വരട്ടെ കേട്ടോ. ഈ സമയത്ത് ഞാൻ ഉപ്പും പുളിയൊക്കെ ഒന്ന് നോക്കുന്നുണ്ട്. അപ്പോൾ ഇപ്പോൾ ഉപ്പും പുളിയൊക്കെ കറക്റ്റായിട്ട് തന്നെ വന്നിട്ടുണ്ട്. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒട്ടും കയ്പില്ലാത്ത കയ്പ്പക്കായ തീയലിവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും വീട്ടിലിത് ചെയ്ത് നോക്കണം. എന്നിട്ട് അഭിപ്രായങ്ങൾ എന്നെ കമൻറ്റിലൂടെ അറിയിക്കുകയും വേണം. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ എന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. എന്നെ സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ അടുത്ത ഒരു വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതാണ്. എൻ്റെ വീഡിയോ കാണുന്ന എല്ലാവർക്കും നന്ദി, നമസ്കാരം.